ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനലക്ഷ്മി അതുപോലെ തന്നെ അമ്മായിമാരും അടുക്കളയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി എന്താ പാചകം ചെയ്യുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. എന്ത് ചെയ്യാനാണ്, ലക്ഷ്മി ഇപ്പോൾ അടുക്കളയിലും മൂദേവി ആ ബെഡിൽ വല്ലേ കിടക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണെന്നൊക്കെ അമ്മായിമാരോട് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അതെന്താ ലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്കിപ്പോൾ അടുക്കളപ്പണിയൊക്കെ അല്ലേ, കരിയും പുകയും കൊള്ളാനാണ് എൻ്റെ വിധി എന്ന് പറയുന്നു. ഗ്യാസിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ലക്ഷ്മി കരിയൊക്കെ കൊള്ളുന്നതെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളോടൊന്ന് പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റില്ല എന്നും ലക്ഷ്മി അമ്മായിമാരോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണോ കെട്ടി എഴുന്നള്ളി രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? മുതൽ ഞങ്ങൾ കൺമണിയെ നോക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. എന്തിനാ അവൾക്ക് പുതിയൊരു ലീവ്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നു കേട്ടോ. അവൾക്ക് തീരെ വയ്യല്ലോ, അവളെ ചികിത്സിക്കണം, നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് നല്ല ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എന്തെങ്കിലും കലക്കി കൊടുക്കുകയൊക്കെ വേണം. നീ ആ മനോജിന് കൊടുക്കാറില്ലേ, അത് ഇങ്ങോട്ട് താ എന്ന രീതിയിലൊക്കെ അമ്മായിമാർ പറയുന്നുണ്ട്. അത് തന്നിട്ട് ഇപ്പോൾ അവൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അവൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ മേടിച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നും ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മായിമാർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിന്നെക്കൊണ്ട് ഞങ്ങൾ തോറ്റല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെന്താ ഇപ്പോൾ അവളോട് ഇത്ര സഹതാപം? കുറച്ച് ദിവസം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ രീതിയിലായല്ലോ. എന്താ ഇപ്പം ഇങ്ങനെ നടക്കാൻ കാരണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒന്നുമില്ല, വെറുതെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതോ കൃഷുമായിട്ട് കുറച്ച് അടുക്കാൻ തീരുമാനിച്ചു നിങ്ങളുടെ കൺമണി, അതാണ് നിങ്ങൾ അവളുടെ പുറകെ നടക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുണിനെ വിട്ടോ നിങ്ങളെന്ന് പറയുന്നു. വരുണ് കൺമണിക്ക് ചേർന്ന ഒരാളല്ല, പിന്നെ എന്തിനാണ് അവനെ നോക്കി നിൽക്കുന്നത്? അവനൊരു സൈക്കോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ കാശും വേണം, ലോൺ അടിച്ച് തീർക്കാനായിട്ട് അവൻ്റെ എല്ലാ സഹായങ്ങളും വേണം, പൈസയും വേണം. എല്ലാം കഴിയുമ്പോൾ കരുവേപ്പില പോലെ അവൻ പുറത്ത്, അവൻ സൈക്കോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എടുക്കും. ഇതൊക്കെ നല്ല കാര്യമാണല്ലോ. എന്തായാലും കൺമണിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന അവൻ, പക്ഷേ ഇഷ്ടം മാത്രം കൃഷിനോട്. നല്ല ആൾക്കാരാണ് എന്തായാലും. അവന് സൈക്കോ ആണെന്നല്ലേ പറഞ്ഞത്. അവൻ എന്തായാലും നിങ്ങളെ 3 പേരും വെറുതെ വിടാൻ പോകുന്നില്ല, 3 പേരും കഴുത്ത് നെക്കി കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അമ്മായിമാർ എന്തൊക്കെയാണ് ലക്ഷ്മി ഈ പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? സൈക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൊല്ലുമെന്നാണോ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു കേട്ടോ. പിന്നീട് ഗോകുലിനെയും അതുപോലെ കൺമണിയാണ് കാണിക്കുന്നത്. ഗോകുലും കൺമണി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ശരിയാണോ? രാത്രി കൃഷി സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മരുന്നുകൾ നീ ഇന്നലെ ഇവിടെ കണ്ടായിരുന്നോ മോനെ എന്ന് ചോദിക്കുമ്പോൾ അതില്ല. പിന്നെ അത് ഉറപ്പല്ലേ? അപ്പോൾ കൃഷി വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് മരുന്നൊക്കെ വാങ്ങി തന്നെന്ന് പറയുന്നു. അപ്പം ലക്കിയാണ്, എന്തായാലും സന്തോഷമായിട്ട് കൂടെ ഉണ്ടാവുമല്ലോ, ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്തായാലും 2 പേരും ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഇനി ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ഗൂഗിള് കൺമണിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവിടെയാണ്, അതായത് സാഗറിൻ്റെ വീട്ടിലാണ് കേട്ടോ. കൃഷിൻ്റെ വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ആൻറ്റിയമ്മയാണെങ്കിലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 2 പേരും കൂടി അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കല്യാണം നീട്ടിക്കൊണ്ട് പോവാണ്. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കൃഷും അതുപോലെ മാനസിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നീക്കാമെന്ന് തീരുമാനിച്ചതെന്നൊക്കെ സാഗറിനോടും സുജുവിനോടും പറയുന്നുണ്ട്. ഇന്നലെ ആൻറ്റിയമ്മ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതൊക്കെ വേഗം നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സുജു ചോദിക്കുന്നുണ്ട്, എന്തായാലും സാഗറെ നമുക്ക് കൺമണിയുടെ വീട് വരെ ഒന്ന് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടെ ആരാ ഇരിക്കുന്നതെന്ന് നമ്മുടെ ആൻറ്റിയമ്മ ദേഷ്യപ്പെട്ട് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അവിടെ ആരാ ഇരിക്കുന്നത് നിനക്കൊക്കെ അങ്ങോട്ട് പോകാനായിട്ട്? അല്ല ആൻറ്റിയമ്മേ, അവൾക്ക് ഇതൊക്കെ വരാൻ കാരണം നമ്മളല്ലേ. അതെങ്ങനെ നിങ്ങൾ കാരണമാവുന്നു? നിങ്ങൾ ഒരിക്കലും കാരണമാവില്ല. ബലരാമനല്ലേ അവളെ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? കാരണം എന്ന് വെച്ചാൽ ബലരാമൻ്റെ അടുത്ത് നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അവൾ. അതിൻ്റെ പ്രതികാരം, പിന്നെ അവരുടെ കമ്പനിയിലേക്ക് പോകണം എന്ന് അവളോട് പറഞ്ഞിട്ട് അവൾ കേട്ടില്ലല്ലോ. അതിൻ്റെയൊക്കെ പ്രതികാരത്തിലാണ് ബലരാമൻ അവളെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിലൊന്നും നമ്മുടെ ഒരു ഉത്തരവാദിത്വമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ അവളുടെ പുറകെ ഓടാൻ കാരണം? പിന്നെ ബലരാമൻ വന്ന ശേഷം അവർ 2 പേരും
പറഞ്ഞ് തീരുമാനങ്ങൾ എടുത്തോളൂ എന്നൊക്കെ ആൻറ്റിയമ്മ അവരോട് രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഏകദേശം, അതായത് സാഗറിനും ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇനി പോകാൻ വരട്ടെ, ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സുജു എന്ന് പറയുന്നു. അപ്പോഴത്തേനാണ് ജർമ്മനിയിൽ നിന്ന് കോൾ വരുന്നത് കേട്ടോ. അങ്ങനെ കൃപയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കൃപയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക്. അവൾ പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു വരും, അതിന് അവർ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് അവർ വിളിക്കുന്നത്. അത് അറിയുമ്പോഴത്തേനും സുജുവിനും സാഗറിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആൻറ്റിയമ്മ സമാധാനമായി, എത്രയും പെട്ടെന്ന് തന്നെ കൃപ ഭേദപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകുമ്പോൾ ആൻറ്റിയമ്മയാണെങ്കിലോ മനസ്സുകൊണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം കൃപ സംസാരിച്ച് തുടങ്ങിയാൽ എല്ലാം കൊളാവും എന്നുള്ളത് ആൻറ്റിയമ്മയ്ക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. പിന്നീട് മാനസയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെയും അലികയിലെ സ്റ്റാഫുകളും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പാവം കൺമണി എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അവൾക്കൊരു സമാധാനമില്ല. ഇപ്പോൾ അവൾ വന്നു, പക്ഷേ അവളെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഇവിടുന്ന് പുറത്താക്കിയത്. വീണ്ടും അവൾ അകത്തേക്ക് കയറ്റാൻ തന്നെ പോകുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവളെ പുറത്താക്കുമെന്നൊന്നും അറിയില്ല. അപ്പോഴത്തേന് മാനസ വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ചർച്ച? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് ജോലി ചെയ്യാനായിട്ട്, ഇവിടെ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല രീതിക്ക് ഇവിടെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പുതിയ GMൻ്റെ ഓർഡറാണ്, എല്ലാ അധികാരങ്ങളും എനിക്ക് ചെയർമാൻ ഇവിടെ തന്നിട്ടുണ്ട് മുൻപത്തേക്കാളും. അതുകൊണ്ട് സ്റ്റാഫിനെ വളരെയധികം കർശനമായി നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണെന്നൊക്കെ മാനസ് അവിടെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എവിടെ കൺമണി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ വന്നിട്ടില്ല, അവൾ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യും, കൺമണിയെ ഫോൺ ചെയ്ത് വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അഞ്ജലിയാണ്. കൺമണി നിനക്ക് എന്താ പറ്റിയെന്ന് പറയുമ്പോൾ എനിക്ക് പനിയാണ്, അതാണ് വരാത്തതെന്ന് പറയുന്നു. അപ്പോഴത്തേനും മാനസ ഫോൺ മേടിക്കുന്നുണ്ട്. നീ ലീവ് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പുതിയ GMൻ്റെ ഓർഡറാണ്, 1 മണിക്കൂറിനുള്ളിൽ കൺമണി ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ജോലി തെറിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണി ആകെ ടെൻഷനാവുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? മാനസമ്മയുടെ നല്ല ചൂടിലാണല്ലോ, എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവിടെ സ്റ്റാഫുകളെല്ലാം തന്നെ മാനസ പോയതിന് ശേഷം എന്തോ ഒരു പ്രതികാരത്തിലാണ് അവൾ വന്നിരിക്കുന്നത്. മാനസ കൺമണിയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് മനസ്സിലായി. പാവം കൺമണിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമണി കൃഷ്ണനെ വിളിച്ചിട്ട്, ക്രിസ് സാറാണല്ലോ ലീവ് അനുവദിച്ച് തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൺമണിയാണല്ലോ, ഇവളോട് ഇനി എന്താണ് പറയുക? മാനസിയാണെങ്കിലോ എന്നോട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് ലേറ്റ് ആവും, കൺമണിയോടൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സാർ എന്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കൺമണി. അതിനുശേഷം തന്നെ അമ്മായിമാർ വരുന്നുണ്ട്. ആദ്യം വിളിക്കുന്നത് മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ സാർ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നലെ സുലോചന പറഞ്ഞു സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും രൂപ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും. അത് ഇവർക്കൊന്നും വിശ്വാസമില്ല സാർ, ഇവരൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, സാറ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പൈസയൊക്കെ തന്നത് സാർ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണി അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കൺമണിയെ സാറിന് അത്ര ഇഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ കൃഷ്ണൻ അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് മാനസ വരുന്നുണ്ട്. എന്താണ് ഇവിടെ, നിങ്ങൾ ഫാക്ടറിയിലല്ലേ ജോലി ചെയ്യുന്നത്, അതെന്താണ് MDയുടെ ക്യാബിലേക്ക് വന്നത് എന്തിനാണെന്ന് ഞങ്ങൾ ക്രിസ് സാറിനെ, എന്താ MDയെ പേരെടുത്ത് വിളിക്കാനായോ, MDയെ അങ്ങനെയാണോ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാനസ അവർ വഴക്ക് പറയുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ക്യാബിലേക്ക് വരുമെന്ന് പറയുന്നു. അങ്ങനെ മാനസയുടെ ആ പെരുമാറ്റം അവർക്ക് അമ്മായിമാർക്കും എന്തോ പോലെ ആവുന്നുണ്ട്. അതിന് അമ്മായിമാരും തിരിച്ചു പോകുന്നു. കൃഷ്ണനൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. പെട്ടെന്ന് കൺമണി തന്നെ റെഡി ആയിട്ട് തന്നെ അലികയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുന്നു. എത്രയും പെട്ടെന്ന് എത്തണം എന്നല്ലേ പറഞ്ഞത്. പെട്ടെന്ന് അച്ഛൻ വരുന്നുണ്ട്. എന്താ മോളെ നീ ഇന്ന് പോകണമെന്നില്ല എന്നല്ലേ പറഞ്ഞത്, വയ്യല്ലോ പോണ്ട മോളെ, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വെച്ചാൽ മാനസമേടം വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ചെല്ലണം എന്ന് പറയുന്നു. നിനക്കൊട്ടും വയ്യല്ലോ, പനിയല്ലടാ, ഇനി പോണ്ട, ഞാൻ അച്ഛനും വരാമെന്ന് പറയുന്നു. വേണ്ട ഞാൻ പോയിക്കോളാം. അപ്പോഴേക്കും ധനലക്ഷ്മി പറയുന്നു, ഓ നിനക്ക് പനിയാണല്ലോ, ഒന്ന് മാറി എന്നിട്ട് സംസാരിച്ചാൽ മതി നമ്മൾ തമ്മിലെന്ന് പറഞ്ഞ് അങ്ങോട്ട് അകറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തിനാ കൺമണി നീ പോകുന്നത്, പിന്നെ ഇന്ന് പോയിക്കോ, പിന്നെ അവിടെ എല്ലാവരോടും കല്യാണം ക്ഷണിച്ച് അവർ വരരുത് കേട്ടോ, കല്യാണം ക്ഷണിച്ചാൽ മാത്രം മതി, അവർ വരാനായിട്ട് പാടില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ ചായ എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ യാത്രയും പറഞ്ഞ് നീ ഇങ്ങോട്ട് പോര്, ഇനി അങ്ങോട്ട് പോകണ്ട, വരുണിന് നിന്നെ ജോലിക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല, 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ എടുക്കാനുള്ളത് കല്യാണത്തിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇനി അവൾ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് ഇവൾ വല്ലതും കേട്ടോ, എനിക്ക് പട്ടിയുടെ വില പോലും ഇവൾ തന്നിട്ടില്ല, ഞാൻ വന്ന് കുറച്ചോട്ടെ, ഞാൻ പോവാം എന്ന രീതിയിലാണ് കൺമണി. അങ്ങനെ ഒന്നല്ല ഇടത്തി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി പോകുന്നു. എന്നിട്ട് അച്ഛനും അതുപോലെ ധനലക്ഷ്മിയും കൂടി സംസാരിക്കാനൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. അത് വേണമെന്ന് പറയുമ്പോൾ, എന്തിനാ വേറൊരാൾ, താങ്കളെ കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ട് വാ, എത്രയും പെട്ടെന്ന് നമുക്ക് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. തന്നെത്താനെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനുമായിട്ട്. പിന്നെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.